നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. ഇന്ന് വളരെ വേദനയോടുകൂടിയാണ് പ്രശസ്ത എഴുത്തുകാരൻ, തിരക്കഥാകൃത്ത് എന്നീ നിരകളിലെല്ലാം ശ്രദ്ധേയമായ സ്ഥാനം ഉണ്ടാക്കിയ ശ്രീവരാഹം ബാലകൃഷ്ണൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഞാൻ താമസിക്കുന്നിടത്തു നിന്നും ഒരു 4 കിലോമീറ്റർ അകലെയാണ് അദ്ദേഹം മുൻപ് താമസിച്ചിരുന്നത്. എത്രയോ കാലങ്ങളായി അദ്ദേഹത്തെ കാണണം എന്നുള്ള ആഗ്രഹവുമായി പലപ്പോഴും ശിവരാത്ത് പോവുകയും കാണാൻ കഴിയാതെ വരികയും ചെയ്തു. അങ്ങനൊരു 3-4 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹവുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ എടുക്കണമെന്ന് കരുതി എന്തു വന്നാലും അദ്ദേഹത്തിൻ്റെ വീട് കണ്ടുപിടിച്ചിട്ടേ അടങ്ങൂ എന്നുള്ള വാശിയോടെ ഒരു ഓട്ടോയിൽ ശ്രീവരാഹത്ത് എന്ന് പലരോടും തിരക്കിയപ്പോൾ ഇപ്പോൾ ഇവിടെയല്ല താമസിക്കുന്നത്, വേറെ ഏതോ സ്ഥലത്താണ് എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് വീണ്ടും ഓട്ടോയിൽ തിരുവനന്തപുരത്തെ മുക്കോലയ്ക്കൽ ദേവീക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റ് MNSSൻ്റെ കരസ്ഥനുമൊക്കെയായ ഒരു വ്യക്തിയെ ചെന്ന് കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ബാലകൃഷ്ണൻ സാർ താമസിക്കുന്നത് തൈക്കാടാണ്, തൈക്കാട് നിന്ന് തിരക്കൂ. അങ്ങനെ അവിടുന്ന് കുറേയധികം വീടുകളിലൊക്കെ കയറി അന്വേഷിച്ച് രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഈ ഓട്ടോയിൽ തന്നെയാണ് എല്ലായിടവും പോകുന്നത്. അങ്ങനെ തൈക്കാട്ട് പോയി ശ്രീ സൂര്യ കൃഷ്ണമൂർത്തിയെ കാണാം എന്ന് കരുതിയപ്പോൾ അദ്ദേഹം അവിടെയില്ല, അദ്ദേഹം ഹോസ്പിറ്റലിലോ മറ്റോ പോയിരിക്കുകയാണ് എന്നാണ് അവിടുത്തെ ഒരാൾ പറഞ്ഞത്. എന്തായാലും ഇന്ന് കണ്ടിട്ടേ അടങ്ങൂ എന്ന് പറഞ്ഞ് ക്യാമറയും സ്റ്റാൻഡുമൊക്കെയായി ഓട്ടോയിൽ തന്നെ അദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഒരുപാട് നടത്തി. തൈക്കാട് ശാസ്താംകോലിൻ്റെ അവിടെയും അതിനടുത്തുള്ള സ്ഥലങ്ങളിലുമൊക്കെ തിരക്കിയപ്പോഴും ആർക്കും ഏത് വീട്ടിലാണ് താമസിക്കുന്നത് എന്നറിയില്ല. പക്ഷെ 1-2 കടക്കാരോട് ചോദിച്ചപ്പോൾ ഇവിടെ അടുത്തെവിടെയാണ് താമസിക്കുന്നത്, മോഡൽ സ്കൂളിൻ്റെ ബാക്കിലെവിടെയാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു. ഒടുവിൽ ഓട്ടോ ഒരിടത്ത് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ പഠിച്ച മോഡൽ ഹൈസ്കൂളിൻ്റെ പുറകുവശത്ത് റോഡെല്ലാം ഇടിച്ചു പൊളിച്ചിട്ടിരിക്കുകയാണ്. ആ ഇറക്കത്തൂടെ ചെന്ന് കഴിഞ്ഞാൽ അരിസ്റ്റോ ജംഗ്ഷൻ്റെ ആ ഭാഗത്തേക്ക് പോകാം, വണ്ടികളൊന്നും അതുവഴി പോവില്ല. അവിടുന്ന് ഇറങ്ങി ഓരോ വീടുകളിലായി ഇദ്ദേഹം താമസിക്കുന്ന വീട് തിരക്കുകയാണ്. ഒരു 4-5 മണിക്കൂർ നേരത്തെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ ചല്ലി ഇട്ട് ടാറുപാകാത്ത 4-5 കെട്ടിടങ്ങൾക്ക് ഉള്ളിലായി ഒരു ചെറിയ ഇടവഴി, അവിടുന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുകയാണ്. അപ്പോഴത്തേക്കും മണി 12:45, 1 മണിയോളം അടുത്തിരിക്കുന്നു. ചെന്ന് വീടിൻ്റെ വാതിൽക്കൽ ബെല്ലിൽ വിരലമർത്തി. അദ്ദേഹം വെള്ള ബനിയനും കൈയുള്ള ബനിയനും മുണ്ടും ധരിച്ച് ഇറങ്ങി വന്നു. ആരാ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാൻ ശരവൺ മഹേശ്വറാണ്, വരൂ കയറി വരൂ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ സ്വീകരിച്ചു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ സ്വാതിരുന്നാളിനെക്കുറിച്ച് എഴുതിയ സാറിൻ്റെ സ്ക്രിപ്റ്റും സാറിൻ്റെ ഒരുപാട് കഥകളുമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. നിങ്ങളെവിടെയാണ് താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ തമ്പാനൂരായിരുന്നു, ഇപ്പം കുഞ്ചറോടയിലേക്ക് താമസം മാറ്റി. മുക്കോലയ്ക്കലെ NSS സെക്രട്ടറിയോടും അവിടുത്തെ NSS പ്രസിഡൻറ്റിനോടും ഒക്കെ ചെന്ന് ചോദിച്ച് അവർ തന്ന റൂട്ടും മാപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങയെ കാണാൻ വേണ്ടി. ഒരു 4-5 മണിക്കൂറായി
പുറത്ത് ഓട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതെയോ? ഞാൻ പറഞ്ഞു അതെ, 434 രൂപ ഓട്ടോറിക്ഷയ്ക്കായെന്നാണ് മീറ്ററിൽ കാണിക്കുന്നത്. അപ്പോൾ എത്ര ഞാൻ സാറിനെ കാണാൻ വേണ്ടി കറങ്ങിയിരിക്കുമല്ലോ എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ശരി, അത്രയും ബുദ്ധിമുട്ടി എന്നെ കാണാൻ വന്നുവല്ലേ? ഞാൻ പറഞ്ഞു അതെ സാർ. എന്താണ് വന്നതിൻ്റെ ലക്ഷ്യം? ഞാൻ പറഞ്ഞു സാറിനെ പറ്റിയും സാറും ഞാനുമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ എൻ്റെ ചാനലിൽ കൊടുക്കാൻ വേണ്ടി എടുത്താൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ അങ്ങേ ഒന്ന് നേരിൽ കാണണം. ഈ സ്വാതി തിരുനാൾ എന്ന ചിത്രം തുടങ്ങിയ കാലം പോലുള്ള ഒരു മോഹമാണ് അങ്ങേ കണ്ടെന്ന് സംസാരിക്കുക എന്നത്. അങ്ങനെ അദ്ദേഹം ഒരു പ്ലാസ്റ്റിക് കസേരയിലിരുന്നു. അതിന് തൊട്ടടുത്തായിട്ട് വേറൊരു സ്റ്റൂളും, ഒരു ചെറിയ സിറ്റ് ഔട്ടാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പത്നി ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കൊണ്ടു തന്നു. അത് കുടിച്ചു. ഞാൻ പറഞ്ഞു ഒരു 15-20 മിനിറ്റ് മതി സാർ. അപ്പോൾ എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ഞാൻ ഒന്നും പ്രിപ്പയർ ആയിട്ടില്ല. ഒരു ഇൻ്റർവ്യൂവിനൊക്കെ മുന്നിലിരിക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രഹിക്കണ്ടേ. പിന്നെ പ്രായത്തിൻ്റേതായിട്ടുള്ള അസ്കിതയുമുണ്ട്. ഇനിയൊരു അവസരത്തിൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ അതിനെ എതിർത്ത് പറയാനുള്ള മനധൈര്യം എനിക്കില്ലായിരുന്നു. പക്ഷേ സ്നേഹവായ്പോടെ അദ്ദേഹവുമായി ഒരു 15 മിനിറ്റോളം സംസാരിച്ചു. ലെൻ രാജേന്ദ്രൻ ഒരുപാട് തവണ വന്ന് സ്വാതി തിരുനാളിൻ്റെ ചരിത്രവും കാര്യങ്ങളും ചർച്ച ചെയ്തത്. അതൊന്നും പറയണ്ട, പറഞ്ഞാൽ തീരില്ല, അത്രമാത്രം ക്ലേശകരമായിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് എന്ന് പറഞ്ഞു. ഞാൻ ഒന്ന് ചിരിച്ചു. എവിടെയാണ് താമസിക്കപ്പോൾ? ഞാൻ പറഞ്ഞു കുഞ്ചിറവിളയിലാണ് സർ. ഇന്നൊരു 15 മിനിറ്റ് വെറും കാഷ്വലായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ, കുഞ്ഞെ ഞാൻ തയ്യാറെടുത്തിട്ടില്ലേ, എല്ലാത്തിനും ഒരു തയ്യാറെടുപ്പ് വേണമല്ലോ, ഇനിയൊരിക്കലാവാം എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ സാഹിത്യ സൃഷ്ടികളെക്കുറിച്ചൊക്കെ ഒരു 20 മിനിറ്റോളം സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ നിന്ന്, എന്തായാലും വന്നതല്ലേ സാർ, 2-3 ഫോട്ടോസ് എടുക്കാം, ഞാൻ അകത്ത് പോയി ഉടുപ്പിട്ടിട്ട് വരാം. വേണ്ട സാർ, ഇത് മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാനും അദ്ദേഹവുമായി 3-4 ഫോട്ടോകളൊക്കെ എടുത്തു. അടുത്ത ആഴ്ച വരട്ടെ, ഞാൻ ഒരു വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ ഒരു ലാൻഡ് ഫോൺ നമ്പർ എനിക്ക് തന്നു. അടുത്ത ആഴ്ച ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിച്ച് പലതവണ വിളിച്ചിട്ടും ഫോൺ ആരും അറ്റൻഡ് ചെയ്തില്ല. അപ്പോൾ ഞാൻ കരുതി വേറെ എവിടെയെങ്കിലും പോയി കാണുമെന്ന്. പിന്നെ നമ്മുടേതായിട്ടുള്ള ഒരുപാട് തിരക്കുകൾ. ശരിക്കും മാസങ്ങൾ അതിവേഗം കടന്നുപോയി. വീണ്ടും കാണാനൊരു അവസരം ഉണ്ടായില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത പത്രങ്ങളിലൂടെ വായിച്ചറിഞ്ഞപ്പോൾ ശരിക്കും മനസ്സ് വേദനിച്ചു. സ്നേഹധനനായ ഒരു വലിയ എഴുത്തുകാരൻ. അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. അത്രമാത്രം ചരിത്രത്തെയും എഴുത്തിനെയും സ്നേഹിച്ച ഒരു മഹത് വ്യക്തിത്വം. ഇന്ന് അദ്ദേഹത്തിൻ്റെ ചലനമറ്റ ശരീരം പോയി കാണാനുള്ള മാനസികാവസ്ഥ എനിക്കുണ്ടായില്ല. ഈ ഭൂവിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ദേഹം എരിഞ്ഞടങ്ങുകയാണ്. ശരിക്കും ഒറ്റ തവണയേ കണ്ടിട്ടുള്ളൂ, ഒറ്റ തവണയേ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളുമൊക്കെ ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട്. ചലനമറ്റ
ആ ശരീരം കാണാനുള്ള മനധൈര്യം എനിക്കില്ല എന്നതാണ് വാസ്തവം. ആ വലിയ എഴുത്തുകാരൻ, വലുതെന്ന് പറഞ്ഞാൽ വീക്ഷണത്തിലും എഴുത്തിലും അഗാധ പാണ്ഡിത്യം നേടിയ ആ വലിയ എഴുത്തുകാരന് മുന്നിൽ ദുഃഖത്തോടെ, ഹൃദയത്തിൻ്റെ വേദനയോടെ ഞാൻ കൂപ്പുകൈകൾ അദ്ദേഹത്തിന് വേണ്ടി പ്രണാമം അർപ്പിക്കുന്നു. കാലാതീതമായി ചരിത്രത്തിൻ്റെ ഏടുകളിൽ, മലയാള സാഹിത്യ ചരിത്രത്തിൽ ഒരു അപൂർവ സ്ഥാനം നേടിയ വ്യക്തിത്വമാണ് ശ്രീവരാഹം ബാലകൃഷ്ണൻ. അദ്ദേഹത്തെക്കുറിച്ച് മനോരമയിലും മാതൃഭൂമിയിലും നിരവധി പത്രങ്ങളിൽ എഴുതി കണ്ടപ്പോൾ കാലത്തിൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ച് കടന്നുപോയ ചിതയിൽ എരിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുന്ന ആ മഹാവ്യക്തിത്വം മലയാള ഭാഷയുള്ളിടത്തോളം, ഈ ലോകമുള്ളിടത്തോളം നിലനിൽക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ. അദ്ദേഹത്തിന് സാഷ്ടാംഗ പ്രണാമം.